ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിഷയം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാട്ടിലെ സദ്യയുടെയും പടക്കത്തിൻ്റെയും ഫോട്ടോസൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ വിഷയം എങ്ങനെ ഉണ്ടായിരുന്നു നോക്കിയാലോ. നമുക്കൊരു വർക്കിംഗ് ഡേ ആയിരുന്നു വിഷു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ പോയിട്ട് വിഷുവിൻ്റെ കണിക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജോബ് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ വിഷുവിന് കണി വെക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി. കണിക്കൊന്ന പൂക്കൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ തലേന്ന് അതൊക്കെ മേടിച്ച് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് സെറ്റ് ചെയ്തു. ഞങ്ങൾ കണിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 1:30 ഒക്കെ ആയിട്ടോ. അങ്ങനെ നമ്മൾ കിടന്നിട്ട് ഒരു 5:30 ഒക്കെ ആകുമ്പോഴേക്ക് കണി കണ്ടു. അന്നേരം നമുക്ക് ജോബുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ പുതിയതൊക്കെ ഇട്ട കാരണം പുറത്തൊക്കെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റൂമിൻ്റെ പുറത്ത് തന്നെയുള്ള ഒരു വില്ലയുടെ ഫ്രണ്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് പോയിട്ടുണ്ടായി. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് പോവാണ്. അപ്പോൾ ഞാൻ മെട്രോ ഒക്കെ ഇറങ്ങി നമ്മളുടെ ജോലി സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് ഫുഡൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. വിഷു ആയതുകൊണ്ട് നമ്മൾ മുന്നേ തന്നെ സദ്യയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ആയപ്പോൾ സദ്യ കഴിക്കാൻ പോയി. അപ്പോൾ കുറച്ചധികം പേരെന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ എല്ലാ ഹോട്ടൽസിലും നമുക്ക് സദ്യാസൊക്കെ അവൈലബിൾ ആട്ടോ. നമ്മൾ തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് 3 പേരും കൂടി പോയി കഴിച്ചിട്ടുണ്ടായി. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. 2 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ മോനെയും കൂട്ടിയിട്ട് പാർക്കിൽ പോയിട്ടുണ്ടായി. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു നാദശ്യാമ പാർക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഹാപ്പി വിഷു അറിയും. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഫുഡ് കഴിക്കാൻ ഇവിടെ തന്നെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ വിഷു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്കൊക്കെ സദ്യ ആണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചാർക്കോളായിരുന്നു. മോന് വേണ്ടിയിട്ട് ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പുറത്തൊക്കെ പോകുമ്പോൾ അവനെപ്പോഴും ദോശയാണ് വേണമെന്ന് പറയാറുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ വിഷു. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് വിഷു ഒക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.